നമസ്കാരം. എന്തു നല്ല തീണ്ടലാണു തമ്പുരാൻ്റെ തീണ്ടല്. ഇങ്ങനെ തമ്പുരാൻ്റെ തീണ്ടലിൻ്റെ മഹത്വം ഘോഷിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. പിണറായി വിജയൻ്റെ നവോത്ഥാന മതിലിൻ്റെ ചെയർമാനായതോടെ വെള്ളാപ്പള്ളി നടേശനെ തീണ്ടലൊക്കെ പോയി എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാനെന്താ തീണ്ടാ ജാതിയാണോ? മുഖ്യമന്ത്രിക്കൊപ്പം നടേശൻ മുതലാളി പമ്പ വരെ യാത്ര ചെയ്തതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് നടേശൻ പറഞ്ഞത്, ഞാൻ തീണ്ടാ ജാതിയിൽപ്പെട്ട ആളല്ലെന്ന്. അല്ല നടേശൻ സാറേ, പിണറായി വിജയൻ കേരളത്തെ ഉടച്ചു വാർത്ത് നവകേരളമാക്കിയിട്ട് 9.5 വർഷമാകുന്നു. ഇപ്പോഴും തീണ്ടലുണ്ടെന്ന് സമ്മതിക്കുകയാണോ അങ്ങ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യരിൽ പ്രമുഖനും യോഗം നേതാവുമായിരുന്ന CV കുഞ്ഞിരാമൻ എഴുതിയ ഒരു പരിഹാസ പദ്യം അങ്ങേക്ക് ഓർമ്മയുണ്ടോ ആവോ? തണ്ടാൻ പണിക്കനെന്നുള്ള തണ്ടും കൊണ്ട് നടക്കണം, ജാതിയില്ലാതെയാവണം, സ്വാമിപാദം ജയിക്കണം. ഇങ്ങനെ ഈഴവനെന്ന തണ്ടും കൊണ്ട് നടക്കുന്ന വെള്ളാപ്പള്ളി ഇപ്പോഴും എന്തിനാണ് അയിത്തത്തെപ്പറ്റി ഇങ്ങനെ വെറുതെ പുലമ്പുന്നത്? വെള്ളാപ്പള്ളി തീണ്ടലുണ്ടെന്ന് കരുതുന്ന ജാതിയിൽപ്പെട്ട ഒരാളെ ഒപ്പം കാറിൽ കയറ്റി കൊണ്ടുപോയി പിണറായി വിജയൻ ഈ അപവാദ പ്രസ്താവന കഴുകിക്കളയണം. ഞാൻ തീണ്ടലുള്ള ജാതിയല്ല എന്ന് വെള്ളാപ്പള്ളി പറയണമെങ്കിൽ ഇന്ന് തീണ്ടലുള്ള ജാതി അങ്ങേക്ക് കീഴിൽ ഏതാണെന്ന് കൂടി പറയണം. ജാതി ചോദിക്കരുത്, പറയരുത്, ജാതിയെ മറന്നൊന്നും ചെയ്യരുത് എന്ന് കവി അയ്യപ്പ പണിക്കർ പാടിയതാണ് നടേശൻ സാറിൻ്റെ ഇപ്പോഴത്തെ വേദവാക്യം. ജാതി ചിന്തിക്കാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ അയിത്ത ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയായ എൻ്റെ ജീവിത സ്മരണകളിലെ ഒരു പരാമർശം ഇവിടെ ഉചിതമാണെന്ന് തോന്നുന്നു. നായർ മുതൽ നമ്പൂതിരി വരെയുള്ളവർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ തമ്മിലും തൊട്ടുകൂടായ്മ എന്ന ചെറു തീണ്ടലുണ്ട്. അഗ്രജന്മാരായ ബ്രാഹ്മണർക്ക് മാത്രമല്ല, അന്തരാള വർഗത്തിൽപ്പെട്ട തമ്പുരാക്കന്മാർക്കും വാര്യർക്കും പിഷാരടിക്കുമെല്ലാം നായരോട് തീണ്ടലുണ്ട്. നായരെ തൊട്ടാൽ അവരെല്ലാം കുളിക്കണം എന്നായിരുന്നു അവസ്ഥ. ഇതെല്ലാം ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. അവരവർക്ക് തീണ്ടലുള്ള മറ്റൊരു കൂട്ടർ തൊട്ട് താഴെ ഉണ്ടെന്നുള്ള സമാധാനം കൊണ്ട് മാത്രമാണത്. പുലയൻ 64 അടി, ഈഴവൻ 12 അടി, നായർക്ക് 4 അടി, രാജാവിന് 2 അടി എന്നിങ്ങനെ അടിക്കണക്കിന് വ്യത്യാസമുണ്ടെന്നല്ലാതെ എല്ലാവർക്കും തീണ്ടലുണ്ടായിരുന്നു. തൊടിയിലും മൂത്തതാണ് തീണ്ടൽ. മന്നത്തപ്പൻ്റെ ഈ വാക്കുകൾ വെള്ളാപ്പള്ളി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. മന്നത്തപ്പൻ ആത്മകഥയിൽ എഴുതിയ ഈ വാക്കുകൾ വെള്ളാപ്പള്ളിയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ. അദ്ദേഹം ഇപ്പോഴും തീണ്ടലിൻ്റെ കാലത്ത് നിന്ന് മുക്തനല്ല. അടിയാനും ഏറാനും കുപ്പപ്പാടും കരിക്കാടിയും കൽപ്പനയും പഴങ്കാലും വിടകൊള്ളലും എഴുന്നള്ളത്തുമൊക്കെ അക്കാലത്തെ ഈ തീണ്ടൽ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള സവർണ ഭാഷാ പ്രയോഗങ്ങളായിരുന്നു. കണ്ണൂരെ അഗ്രജനും ബ്രാഹ്മണ സമാനനുമായ പിണറായിക്കൊപ്പം വെള്ളാപ്പള്ളി പോയതിൻ്റെ കൗതുകം കൊണ്ട് മാപ്രകളൊന്ന് ചോദിച്ചു പോയതാണ്. നടേശൻ തിരുമേനി പൊറുക്കണം. അങ്ങല്ലാതെ പിണറായിക്കൊപ്പം സഞ്ചരിക്കാൻ വേറെ ആർക്കാണ് ഈരേഴുലകത്തിൽ യോഗ്യതയുള്ളത്? അടുത്ത തവണ 2 പേരും കൂടി ഹെലികോപ്റ്ററിൽ ശബരിമലയ്ക്ക് പോകണം. സംഘപരിവാറിനെയും പിണറായി വിജയനെയും പിണക്കാതെ 2 വള്ളത്തിൽ കാല് വെച്ചാണ് എക്കാലത്തും നടേശൻ്റെ യാത്ര. അവർ 2 കൂട്ടരും വള്ളം അടുപ്പിച്ച് പിടിച്ചിരിക്കുന്നതിനാൽ വെള്ളാപ്പള്ളിയുടെ കാല് കീറുന്നില്ല എന്ന് മാത്രം. പമ്പയിലെ സംഗമം ഗംഭീരം, പന്തളത്തെ സംഗമം തരക്കേടില്ല. പന്തൽ രണ്ടും 2ആണ്. ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. 2നും ആശംസ അറിയിച്ച യോഗി ആദിത്യനാഥിനെ പോലെയാണ് വെള്ളാപ്പള്ളിയും. കാര്യങ്ങൾ എന്തൊക്കെയായാലും കേരളത്തിലെ ഹൈന്ദവരിപ്പോൾ വലിയ സന്തോഷത്തിലാണ്. അയ്യപ്പൻ്റെ മുമ്പിൽ സെബസ്ത്യാനോസും വാവരും നിൽക്കുന്നത് പോലെ പിണറായി ഗുരുസ്വാമിക്ക് മുമ്പിൽ കെട്ടും കെട്ടി നിൽക്കുകയാണ് നടേശനും നായർ സ്വാമിയും. ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാർന്നോന്മാർക്ക് കുടുംബസൗഖ്യം മാത്രമാണ് പ്രധാനം. വിപ്ലവകാരി വിപ്ലവം മറക്കും, സിദ്ധാന്തം മറക്കും, സമുദായ പ്രമാണി സമുദായം മറക്കും. ഇവിടെ ഇതാ പിണറായി വിജയൻ്റെ മാന്ത്രിക ശക്തിയിൽ സുകുമാരൻ നായർ സമദൂരം മറന്നുപോയിരിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്നത് പിണറായി സർക്കാരിനെ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. അതുകേട്ട് വിശ്വമാകെ കോരിത്തരിച്ചു നിൽക്കുകയാണ്. ഒരു ജാതി സംഘടന മാത്രമാണ് NSS എന്ന് പറഞ്ഞ പിണറായി വിജയൻ സുകുമാരൻ നായരെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു. വിചിത്രം വിധിവൈഭവം. ആ രംഗം കണ്ട് വെള്ളാപ്പള്ളിയുടെ കണ്ഠമിടറുന്നു. ശബരിമല പ്രക്ഷോഭകാലത്ത് കോടിയേരി പറഞ്ഞത് NSSൻ്റെ മാടമ്പിത്തരമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നായിരുന്നു.
നായന്മാരുടെ എല്ലാം അട്ടിപ്പേറവകാശം സുകുമാരൻ നായർക്കാണോ എന്നാണ് AK ബാലൻ ചോദിച്ചത്. കുറേ നായന്മാരുടെ അവകാശം ബാലൻ്റെ പോക്കറ്റിലാണ്. ആ മാടമ്പി ഇപ്പോഴിതാ പാർട്ടിക്ക് മഹാനായിരിക്കുന്നു. മന്നത്തപ്പൻ്റെ പിതാവിൻ്റെ സംബന്ധകഥ പറഞ്ഞ് നാടാകെ പരിഹസിച്ച് നടന്നവർക്കിപ്പോൾ അഗ്രജന്മാരായ ബ്രാഹ്മണരും മാടമ്പി നായന്മാരും പ്രിയപ്പെട്ടവരായിരിക്കുന്നു. സുകുമാരൻ നായർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ ചെറുക്കാൻ AKG സെൻറ്ററിൽ നിന്നും ക്യാപ്സൂൾ വിതരണം ചെയ്യുന്നു. എൻ്റെ ദൈവമേ, പെരുന്നയിൽ ചെന്ന് പിണറായി വിജയൻ ഒരു പുഷ്പാർച്ചന കൂടി നടത്തിയാൽ കേരള ചരിത്രം തന്നെ മാറ്റിക്കുറിക്കപ്പെടും. ചെയ്തു കൂട്ടിയ ഓരോരോ പാപങ്ങൾക്കുള്ള പരിഹാരം കാണുകയാണല്ലോ ഇപ്പോൾ പിണറായി. മന്നത്തപ്പം മരിച്ചപ്പോൾ റീത്ത് വെക്കാൻ പോകാതിരുന്ന ഏക സംഘടന കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. അതിനുള്ള പശ്ചാത്താപം കൂടി അങ്ങ് ചെയ്തേക്കണം. വിജയനിലൂടെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിക്കുന്ന നയനാനന്ദകരമായ കാഴ്ച കണ്ട് ഹിമവൽ ശൃംഗങ്ങൾ രോമാഞ്ചം കൊള്ളുകയാണ്. ജനകീയ സദസ്സിന് 1.25 കോടിയുടെ വണ്ടി വാങ്ങിയ പോലെ വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും ഒന്നിച്ചു പോയി അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനായി ഒരു കാരവാൻ തന്നെ ഉടൻ റെഡിയാക്കി കൊടുക്കണം. അവർ വയ്യായെങ്കിൽ കിടന്നു പോകട്ടെ പ്രചാരണത്തിനായി. കമ്മ്യൂണിസത്തെ ചേളാവു തൂക്കത്തിന് തൂക്കിവിറ്റ പിണറായി വിജയനും നായർ സമുദായത്തെ സമുദ്ധരിച്ച് ലക്ഷ്യം കണ്ട സുകുമാരൻ നായരും ഈഴവരുടെ ജീവിത ദുഃഖങ്ങൾ തുടച്ചു നീക്കിയ വെള്ളാപ്പള്ളിയും ഒറ്റക്കെട്ടായതോടെ കേരള ചരിത്രം രോമാഞ്ച കഞ്ചുകം അണിയുകയാണ്. ഇവർ തമ്മിൽ ജയൻ്റ് ആയതോടെ ഇനി സുകുമാരൻ നായർ പറയുന്നിടത്ത് നായന്മാരും നടേശം പറയുന്നിടത്ത് ഈഴവന്മാരും ചെന്നൊരു കുത്തുണ്ട്. ഈ സംഗമം കണ്ടിട്ടാണ് സജി ചെറിയാൻ പറഞ്ഞത് കോൺഗ്രസിലും BJPയിലും കൂട്ടമരണം സംഭവിക്കുമെന്ന്. മന്നത്തപ്പൻ്റെ ശുദ്ധ നായർ സിദ്ധാന്തം സുകുമാരൻ നായരും പിന്തുടർന്നാൽ CPMൻ്റെ നായർ സ്ഥാനാർത്ഥികൾക്ക് എവിടെയും ജയിച്ചു കയറാം. എന്ത് കൈവിഷം കൊടുത്താണ് പിണറായി സുകുമാരൻ നായരെ ഇടത്തോട്ട് വളച്ചത് എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ നായന്മാർ. എന്തായാലും ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ പോലെ സമുദായത്തെ പിന്നിൽ നിന്നും കുത്തിയിരിക്കുകയാണ് സുകുമാരൻ നായർ. നടേശൻ്റെ മൈക്രോ തട്ടിപ്പ് പോലെ ഒന്നും സുകുമാരൻ നായരുടെ പേരിലില്ല. അദ്ദേഹത്തിന് ഇനിയുള്ള മോഹം മകളെ വൈസ് ചാൻസലറായി കാണുക എന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ അത് തീർച്ചയായും സാധിച്ചു കൊടുക്കും. കാരണം മക്കളെ സ്നേഹിക്കുന്ന പ്രതാപികളായ പിതാക്കന്മാരുടെ സ്വപ്നങ്ങൾ മറ്റാരേക്കാളും മനസ്സിലാകുന്നത് പിണറായിക്ക് തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർത്താനുള്ള ഏതാനും സ്ഥാനാർത്ഥികളായ CPMകാരെ പെരുന്നയിൽ നിന്ന് തീരുമാനിക്കും. അവിടുന്ന് കിട്ടുന്ന ചാർത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രഖ്യാപനം നടത്തും. കോൺഗ്രസിനെയും BJPയെയും നമ്പാൻ കൊള്ളാത്തതിനാലാണ് സുകുമാരൻ നായർ പിണറായി വിജയനെ വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഇങ്ങനെ ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് വന്നാൽ ഭരണത്തിൽ ക്രിസ്ത്യൻ സഭകളും ലീഗും പിടിമുറുക്കുമെന്ന ഭയമാണ് ഈ രണ്ട് സമുദായ നേതാക്കൾക്കുമുള്ളത്. കഴിഞ്ഞ 9.5 വർഷമായി പിണറായി ഭരണത്തിൽ സുകുമാരൻ നായർക്കുള്ള പിടിയാണ് പിടി. ഭയങ്കര പിടിയായിരുന്നു. വെള്ളാപ്പള്ളിയാണെങ്കിൽ ദിവസവും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഈഴവരെ അവഗണിക്കുകയാണെന്ന്. ഈ രണ്ട് സമുദായ പ്രമാണിമാരെയും ഇരുകക്ഷത്തിലും വെച്ചാൽ തൻ്റെ മൂന്നാം വരവിന് വിഘാതമുണ്ടാകില്ല എന്ന് പിണറായി കരുതുന്നുണ്ടാകണം. 3 പേരും പാവങ്ങളെ 64 അടി അകലെ നിർത്തുന്നവരാണ്. പൗരപ്രമുഖരിലാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞത് തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീകളെല്ലാം ഈഴവരാണെന്നാണ്. ഇതിലേതെങ്കിലും ഒരു പാവം സ്ത്രീ കണിച്ചുകുളങ്ങരയിൽ ചെന്ന് മകൾക്കൊരു ജോലിയോ അഡ്മിഷനോ ആവശ്യപ്പെട്ടാൽ നടേശം മുതലാളി അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഉത്തരവിറക്കും. പെരുന്നയിൽ ചെന്ന് സങ്കടം പറഞ്ഞാലും ഉടനടി പരിഹാരമായിരിക്കും. പിണറായിക്കാണെങ്കിൽ മനുഷ്യൻ്റെ കണ്ണീര് കണ്ടാൽ തുമ്മൽ വരും. ഒരു കണ്ണും നിറയരുതെന്ന വാശിക്കാരനാണ് അദ്ദേഹം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഐക്യം കണ്ട് അലോസരപ്പെടുന്നത്? സുകുമാരൻ നായർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അധികാരം കയ്യിലുണ്ടായിട്ടും ഈ സർക്കാർ ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നുണ്ടോ? വേണമെങ്കിൽ അവർക്ക് കയറ്റാമായിരുന്നല്ലോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അങ്ങനെ കയറ്റിയതിൻ്റെ അനുഭവം തെരഞ്ഞെടുപ്പിലും ജാതകത്തിലും ജീവിതത്തിലും കണ്ടതിൻ്റെ ഫലമല്ലേ നായർ സാറേ ഇപ്പോൾ ജ്യോതിഷികളെ തേടി പാർട്ടി നടക്കുന്നതും പരിഹാര ചാർത്തനുസരിച്ച് ആഗോള സംഗമമൊക്കെ നടത്തിയതും? വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ അങ്ങേക്ക് ഈ നാട് നേരിടുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഇന്നോളം ആശങ്കയുണ്ടായിട്ടുണ്ടോ? ചുറ്റും തിരുമ്മലുകാരും പാദസേവകരും ഉപജാപ സംഘങ്ങളും ഉള്ളവർക്ക് അതിനു പുറത്തുള്ള ലോകം തീർത്തും അജ്ഞാതമായിരിക്കും. പിണറായിസം എന്ന പകർച്ചവ്യാധി ഈ സമൂഹത്തെ എത്രമാത്രം കാർന്നു തിന്നുന്നു എന്ന് നിങ്ങൾക്കറിയില്ല സാർ. പാർട്ടിയിലെ അടിമകൾക്കും അന്തങ്ങൾക്കും കമ്മികൾക്കും സമുദായ പ്രമാണിമാർക്കും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും
മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ. ആനന്ദം പരമാനന്ദമാണെൻ്റെ കുടുംബം, ആനന്ദം പരമാനന്ദമാണെൻ്റെ കുടുംബം. ഈ മട്ടിൽ കഴിയുന്നവർക്ക് നാഴി അരിയുടെയും നടുപൊടിയുന്ന മനുഷ്യജീവിതത്തിൻ്റെയും കഥകളൊക്കെ ഫലിതം മാത്രമായിരിക്കും. പ്രതിനിധി സഭയിലെ പൗരപ്രമുഖരായ നായന്മാരെ മാത്രം കണ്ട് ജീവിച്ച സുകുമാരൻ നായർക്കറിയില്ല, നായരായി പിറന്നതുകൊണ്ട് മാത്രം 3 മാർക്കിൻ്റെ കുറവിൽ മത്സര പരീക്ഷകളിൽ തോറ്റുപോകുന്ന പുതിയ തലമുറയുടെ സങ്കടത്തിൻ്റെ കഥകൾ. PSCയുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയിരിക്കേണ്ട ഗതികേടൊന്നും ഈ നേതാക്കന്മാരുടെയും സമുദായ പ്രമാണിമാരുടെയും കുടുംബത്തിൽ ആർക്കുമില്ല. നിങ്ങൾ എത്രയൊക്കെ മഹത്വം പറഞ്ഞാലും ഈ സർക്കാരിനെയും അതിനെ നയിക്കുന്ന പിണറായി വിജയനെയും ഒന്നുകൂടി വിശ്വാസത്തിലെടുക്കാൻ അടിമകളല്ലാത്ത ആരും ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നില്ല. ഏറിപ്പോയാൽ നാറിപ്പോകും എന്നൊരു ചൊല്ലുണ്ട്. സുകുമാരൻ നായരോടും ഇതേ പറയാനുള്ളൂ. പിടിയരി പിരിച്ചും കെട്ടുതേങ്ങ ലേലം ചെയ്തും കണ്ടവരോടിരുന്നും കാതിലെ കടുക്കൻ വരെ ഊരി വിറ്റുമൊക്കെയാണ് മന്നത്തപ്പനൊരു മഹാസാമ്രാജ്യം ഇവിടെ ഉണ്ടാക്കിയത്. ഇല്ലങ്ങൾ തോറും നടന്നിരുന്നാൽ ഇല്ലെന്ന് ചൊല്ലുന്ന ജനങ്ങളേറുമെന്ന് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് സുകുമാരൻ നായർക്ക് മുമ്പിൽ ചെന്ന് ഇരക്കുന്ന മനുഷ്യരുടെ ഗതി എന്തായിരിക്കും? നായരാണ്, ഉച്ചയൂണ് കഴിച്ചില്ല എന്ന് പറഞ്ഞ് ചെന്നാൽ പത്മ കഫയിൽ ശാപ്പാട് കിട്ടുമോ?